ബാധ്യതയുണ്ട്. ആ ബാധ്യതാ നിർവഹണമാണ് രാഷ്ട്ര സംവിധാനം മോഷ്ടിച്ചവനെതിരെ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നത്. അത് അവൻ മോഷ്ടിക്കാനുള്ള സമയവും സാഹചര്യവും എല്ലാം പരിശോധിച്ചുകൊണ്ടാണ് അവനെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മുൻഗണന കൈവറ്റാനുള്ള പരിപാടി വാളെടുത്തിങ്ങനെ കാത്തുവെക്കുകയല്ല രാഷ്ട്ര സംവിധാനം എന്നും നമ്മൾ മനസ്സിലാക്കണം. രണ്ട്, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പച്ചത്തോണിവാസ ലോകത്ത് നടക്കണം. അതാ നിങ്ങൾ ഈ അടുത്ത പേപ്പറിൽ വായിച്ചത്. ഏതെല്ലാം കോലത്തിൽ നമ്മുടെ കുട്ടികൾ പോകുന്നൊരവസ്ഥകൾ, ഇന്നത്തെ സമൂഹം ഏതെല്ലാം കോലത്തിൽ ധാർമ്മികമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരധപ്പതനം പറയാൻ അല്ലെങ്കിൽ ലജ്ജ ഉണ്ടാകുന്ന കോലത്തിൽ ഞാൻ പറയേണ്ടതില്ല, നന്നായി അറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇങ്ങനെ ധാർമ്മിക രംഗത്തെ വല്ലാത്ത മൂല്യച്യുതിക്ക് സ്വന്തം രക്തത്തിൽ പറഞ്ഞ സ്വന്തം ഗർഭപാത്രത്തിൽ വളർന്ന് താൻ പൊന്നുപോലെ വളർത്തിയെടുത്ത പൊന്നുമകൻ സ്വന്തം മാതാവിനെ കാമക്കണ്ണുകളോടെ നോക്കുന്ന ദുരന്തത്തിലേക്ക് എത്തിപ്പോകുന്ന വല്ലാത്ത വികൃത സാഹചര്യത്തിന് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുമ്പോ പലപ്പോഴും ഒരു ധാർമ്മിക നിലവാരവും പുലർത്താതെ എന്തു തോന്നിവാസവും ചെയ്യുന്ന രംഗത്ത് ആളുകൾ പെരുകുമ്പോ, അത് ഇനി വിവാഹത്തിന് മുമ്പുള്ള പ്രണയമാകട്ടെ, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആകട്ടെ, ബോയ് ഫ്രണ്ട് ആകട്ടെ, ഡേറ്റിംഗ് ആകട്ടെ, എന്തു പരിപാടി, എന്തു പേരിൽ, എന്തൊന്നിന്റെ പേരിൽ പറഞ്ഞാലും ലൈംഗിക ആഭാസങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലം. ലോകം വേൾഡ് എയ്ഡ്സ് ഡേ ഡിസംബർ 1 ആചരിക്കുമ്പോഴും പറയുന്നത് നിങ്ങൾ ഉറ ഉപയോഗിക്കാന്നാണ്. തോന്നിവാസം ചെയ്യരുതെന്നല്ല, ഉപയോഗിച്ചോളി, സുരക്ഷിതമായി ചെയ്തോളി, ചെയ്യരുതെന്ന് പറയുന്നില്ല ലോകരാഷ്ട്രങ്ങൾ. പച്ച തോന്നിവാസമല്ലത്. ഇങ്ങനെ സമൂഹം പോയിക്കൊണ്ടിരിക്കുമ്പോ പലപ്പോഴും ഈ അതിക്രമങ്ങളും തോന്നിവാസങ്ങൾ ചെയ്യുന്നവർ സമൂഹത്തിൽ മാന്യമാണ്. അവർക്കെതിരൊരു ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നില്ല. അതുവഴി എത്ര കുടുംബങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ തകർക്കപ്പെടുന്നു, എത്രയെത്ര സഹോദരിമാർ കുടുംബാംഗങ്ങൾ കണ്ണീരൊലിപ്പിക്കപ്പെടുന്നു, എത്രയെത്ര പിഞ്ചോമന മക്കൾക്ക് രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട് അനാഥകളായി തെരുവ് തെണ്ടികളായി നടക്കുന്ന എത്രയെത്ര മക്കൾ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു, എത്രയെത്ര മാരക രോഗങ്ങൾക്ക് പലരും വിധേയമായി കൊണ്ടിരിക്കുന്നു. ഇതൊന്നും കണ്ടു നിൽക്കുന്നില്ല ഇസ്ലാം. അന്നും ഇന്നും എന്നും അന്ന് എഴുത്തുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ അതിക്രമങ്ങൾ തോന്നിവാസങ്ങൾ നടക്കരുത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിന്റെ നിയമമല്ല. വ്യഭിചാരം ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തെയെല്ലാം ഇസ്ലാം അതിന്റെ ഓട്ടയടച്ചു. അഥവാ പുരുഷനോടും സ്ത്രീയോടും ഖുർആൻ പറഞ്ഞു കണ്ണ് താത്തണം. 24-ാം അധ്യായം 31-32 വചനത്തിലൂടെ നിങ്ങൾ കണ്ണ് താത്തണം എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായത്തിൽ അഹ്സാബിന്റെ 59-ാമത്തെ വചനത്തിലൂടെ സ്ത്രീകൾ മാന്യമായ വേഷവിധാനം സ്വീകരിക്കണം. എന്തിന്? അവൾ ആക്രമിക്കപ്പെടാതിരിക്കാനും അവൾ തിരിച്ചറിയപ്പെടാനും. ഡ്രസ് കോഡ് ഇസ്ലാം പഠിപ്പിച്ചു. പലപ്പോഴും പുരുഷ മനസ്സിൽ ലൈംഗിക ചോദനക്ക് തിരികൊളുത്തുന്നത് പെണ്ണിന്റെ വേഷവിധാനം തന്നെയാണ്. പുരുഷന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത് സ്ത്രീയുടെ വേഷവിധാനം തന്നെയാണ്. നിഷേധിക്കാനാവില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ തന്റെ സൗന്ദര്യം അനുഭവിക്കേണ്ടതും തന്റെ സൗന്ദര്യത്തെ ഉപയോഗിക്കേണ്ടതും തന്നെ തൃപ്തിപ്പെട്ട, തന്റെ ജൈവികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത തന്റെ പ്രിയതമൻ മാത്രമായിരിക്കണം. തെരുവുകളിലെ കാമക്കണ്ണുകൾക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും ഉള്ളതല്ല എന്റെ സൗന്ദര്യം. എനിക്ക് സെട്ടാവ് നൽകി അനുഗ്രഹിച്ചു നൽകിയ സൗന്ദര്യം എന്റെ ഭർത്താവിന് അനുഭവിക്കാനും ആസ്വദിക്കാനുള്ളതാണ്. അതല്ലാതെ മറ്റാർക്കുമുള്ളതല്ല എന്നൊരു തീരുമാനത്തിലേക്ക് സ്ത്രീകൾ വരണമെന്നും അവർക്ക് ദൈവം തമ്പുരാൻ നൽകിയ സൗന്ദര്യത്തെ കാത്തു സംരക്ഷിക്കണമെന്നും അത് തന്റെ ഭർത്താവിന് സമർപ്പിക്കണമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. വേഷവിധാനം മാന്യമാകണമെന്ന്. പലപ്പോഴും ഈ വേഷവിധാനങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ മീഡിയകളിൽ വരുന്ന സകല പരസ്യങ്ങളും എടുത്തു നോക്കി. എന്തൊരു ബ്രഷിന്റെയോ ഒരു പേനന്റെയോ പെൻസിലിന്റെ ഏതിന്റെ പരസ്യം എടുത്തോളി, മര്യാദയ്ക്ക് ഡ്രസ് ഇട്ട് ഏതെങ്കിലും സ്ത്രീകൾ നമ്മുടെ മുന്നിൽ വരാറുണ്ടോ? എന്താണ് അതിന്റെ പിന്നിലുള്ള താല്പര്യം? സ്ത്രീകളെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ട് വളരെ ആസൂത്രിതമായി ചൂഷണം ചെയ്യുകയാണ് മുതലാളിത്തം. നമ്മളത് തിരിച്ചറിയണില്ല. അവര് പോലും അറിയാതെ ചൂഷണത്തിന്റെ പൂർണ്ണാർത്ഥത്തിൽ വിജയമായി കൊണ്ടിരിക്കുന്ന സഹോദരിമാർ. ആ രംഗത്ത് ഇസ്ലാം സമൂഹത്തിന്റെ ധാർമ്മികത നശിക്കരുത്, തകർന്നു പോകരുത് എന്നിടത്താണ് ഇസ്ലാം ഉള്ളത്. മാത്രമല്ല, ഒരു സ്ത്രീയും പുരുഷനും ഒരു സ്ഥലത്ത് ഒറ്റക്കാകരുത്. അഥവാ സിനിമയിലേക്ക് പോവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഒരു റൂമിൽ ഒറ്റക്ക് വെട്ടാൻ. അതുകൊണ്ട് ആ സാഹചര്യം ഇസ്ലാം വിലക്കി പാടില്ല. മറ്റൊന്ന്, ഒരു സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ കൂടെ വിവാഹബന്ധം നിഷിദ്ധമായ മഹ്റമുണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മുടെ മലയാള മണ്ണിൽ KSRTC ബസ്സിൽ യാത്ര ചെയ്ത ഒരു സഹോദരിയുടെ വർത്തമാനം നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ച് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോയിട്ടുണ്ട്. ഇത് നമ്മുടെ സാക്ഷര കേരളമാണോ? ഇത് നമ്മുടെ സ്വന്തം കേരളമാണോ? ഇത് നമ്മുടെ സ്വന്തം ദൈവത്തിന് നാടുന്ന അഭിമാനത്തോടെ നമ്മൾ പറയുന്ന നമ്മുടെ കേരളവും നമ്മുടെ KSRTC നമ്മുടെ സർക്കാർ വാഹനത്തിലാണോ ഇത്തരത്തിലുള്ള അവസ്ഥകൾ? നമ്മുടെ അമ്മമാരാണെങ്കിൽ, നമ്മുടെ ഉമ്മമാരാണെങ്കിൽ, നമ്മുടെ സഹോദരിമാരാണ്, നമ്മുടെ ഭാര്യമാരാണ് അത്തരം ഒരു സാഹചര്യത്തിന് വിധേയമാകുന്നെങ്കിൽ പെടക്കില്ലേ നമ്മുടെ ഹൃദയം? ചലിക്കില്ലേ നമ്മുടെ ശരീരം? തീർച്ചയായും
ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകരുത്. അഥവാ ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരവസ്ഥ സ്ഥിതിവിശേഷം ഉണ്ടാകണം. ഇങ്ങനെ തുടങ്ങി വ്യഭിചാരത്തിലേക്ക് പോകാനുള്ള, വ്യഭിചാരം ഉണ്ടാകാൻ സാധ്യതയുള്ള സകല സാധ്യതകളുടെ സാഹചര്യങ്ങളുടെ ഓട്ടയടച്ചു ഇസ്ലാം. എന്നിട്ട് ഇസ്ലാം പറഞ്ഞു, ഇനി വ്യഭിചാരം പോലുള്ളത് കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. എന്നിട്ടും നിർഭയമായി നടക്കുന്ന സ്ത്രീകളെ തങ്ങളുടെ കേവലമായ ശാരീരിക താല്പര്യത്തിന് ഉപയോഗപ്പെടുത്തുകയും തോന്നിവാസം ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരികയും കർക്കശമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. എന്തിന്? നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങൾ പിച്ചു ചീന്തപ്പെടാതിരിക്കാൻ, നമ്മുടെ സഹോദരിമാരുടെ ചാരിത്രം സമൂഹ മധ്യത്തിൽ പിച്ചു ചീന്തപ്പെടാതിരിക്കാൻ, ഒട്ടനവധി കുട്ടികൾക്ക് അവരുടെ മാതാവും പിതാവും നഷ്ടപ്പെടുന്ന ദുരന്തം ഉണ്ടാവാതിരിക്കാൻ, കുടുംബത്തിലെ സമൂഹത്തിലെ ധാർമ്മികത പിച്ചു ചീന്തപ്പെടാതിരിക്കാൻ, സമൂഹത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ നിലനിൽക്കാനും വളരാനും ഉയർന്നു നിൽക്കുവാനും വേണ്ടി ഇത്തരം കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചു. സമൂഹ മധ്യത്തിൽ കർക്കശമായ നിലപാടുകൾ, ശക്തമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമ്പോൾ ആർക്കും ഒരു ഭയമുണ്ടാകും. കുറ്റം ചെയ്യാൻ ഭയമുണ്ടാകും, കുറ്റം ചെയ്യുവാനുള്ള പേടിയുണ്ടാകും. അതിൽ നിന്ന് മാറി നിൽക്കാൻ കുറ്റവാളികൾക്ക് പ്രചോദക ഘടകമാകുന്നത് അത് വ്യക്തിക്ക് മാത്രമല്ല, ആ കുറ്റത്തിലേക്ക് വരാനുള്ള ഭയം പൊതുസമൂഹത്തിന് ലഭിക്കും. ഇങ്ങനെ ലോകത്ത് നടക്കുന്ന തോന്നിവാസങ്ങൾ, അതിക്രമങ്ങളുടെ പട്ടിക ലോകത്തിന് മൊത്തം കണക്കെടുക്കുമ്പോൾ പലപ്പോഴും ഇത്തരം കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ലോകരാഷ്ട്രങ്ങളിലാണ് ഇതിന്റെ എണ്ണക്കുറവ് എന്ന് സാമാന്യം ജസ്റ്റ് ഒന്ന് വായിച്ചാലും പഠിച്ചാലും മനസ്സിലാക്കുകയാണ് സത്യം. ഇസ്ലാം സൃഷ്ടാവ് പഠിപ്പിച്ച മാർഗമാണ്, മതമാണ്. മനുഷ്യന്റെ നന്മയാണ് അത് ആഗ്രഹിച്ചത്. അതിക്രമങ്ങളും തോന്നിവാസങ്ങളും ചെയ്യുന്നവന് സപ്പോർട്ട് ചെയ്യുകയല്ല ദൈവത്തിന്റെ മതം. മറിച്ച് പ്രയാസങ്ങളും വേദനകളും യാതനകളും അനുഭവിക്കുന്നവന്റെ കണ്ണീരൊപ്പാനും അവന്റെ ഹൃദയത്തിന്റെ മുടിപ്പും തുടിപ്പും അറിഞ്ഞ് അവന് കാവലും സംരക്ഷണവും നൽകുന്നതാണ് സൃഷ്ടാവിന്റെ നിയമവും നിർദ്ദേശവും. അതുകൊണ്ടാണ് ഇസ്ലാം ഇത്തരം കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചത്. അങ്ങനെയുള്ള തോന്നിവാസങ്ങളിലേക്ക് പോകാനുള്ള സകല സാഹചര്യങ്ങളുടെയും സാധ്യതകളുടെയും ഓട്ടയടച്ചതിന് ശേഷമുള്ള ഖുർആന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇത്. അത് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനമാണ്. രാഷ്ട്രനായകനാണ് നടപ്പിലാക്കേണ്ടത്. ഏതെങ്കിലും 4 മുസ്ലിങ്ങൾ കൂടിയിട്ടോ 4 മുസ്ലിങ്ങൾ അവിടെയും ഇവിടെയും കൂടി ചെയ്യേണ്ട ഒരു പരിപാടി അല്ലത്. അതിന് നിയമസാധുതല്ല, അത് ഫിത്നയാണ്, അത് ചെയ്യാൻ പാടില്ല. ഞാൻ കണ്ണനാണ്, എന്റെ പേര് കണ്ണൻ. ഞാൻ മലയാളിയല്ല, ഞാൻ തമിഴ്. സോ ക്യാൻ ഐ ആസ്ക് ഇൻ ഇംഗ്ലീഷ്? Okay, fine. Moses or the concept is accepted by Nabi? Moses in the concept. സഹോദരങ്ങളെ, മോസസ് പഠിപ്പിച്ച സങ്കല്പനയും മോസസിന്റെ ആശയങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ മുഹമ്മദ് നബി അക്സെപ്റ്റ് ചെയ്തെന്നല്ല ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത് ഇത് പറയട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സട്ടാവ് നിയോഗിച്ച നീണ്ട പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുമ്പ് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും അനുധാവനം ചെയ്യുവാനും ഇസ്ലാം പഠിപ്പിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അവരെല്ലാം നമ്മുടെ പ്രവാചകന്മാരാണ്, മാനവരാശിയുടെ പ്രവാചകന്മാരാണ്, മാനവരാശിക്ക് മാർഗദർശനം നൽകാൻ കടന്നു വന്നവരാണ്. അതേസമയം ഓരോ പ്രവാചകനും അവരുടേതായ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോ ആ കാലഘട്ടത്തിൽ പ്രത്യേകമായ ചില നിയമങ്ങളും പ്രത്യേക ചില നടപടിക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേക കാല സാഹചര്യത്തിന് ഉതകുന്ന വണ്ണമുള്ള മാർഗദർശനമാണ്. എന്നാൽ പിന്നീട് വന്ന ചില പ്രവാചകന്മാർ അവർക്ക് നൽകപ്പെട്ട ചില വിധിവിലക്കുകളിൽ ചില മാറ്റങ്ങളും ചില തിരുത്തലുകളും നടത്തിയിട്ടുണ്ടാവാം. ഉദാഹരണം, ആരാധന, നമസ്കാരം എന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കരിച്ചതുപോലെ തന്നെയാണ് ഈസാ നബി നമസ്കരിച്ചതുപോലെ പൂർണ്ണമായി അതേപോലെ 5 വക്ത നിസ്കാരമാണ് മുഹമ്മദ് നബിയുടേതെന്നും കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും അടിസ്ഥാനപരമായി അവർ സ്രഷ്ടാവിനെ ആരാധിച്ചിരുന്നു, നമസ്കരിച്ചിരുന്നു. അതേപോലെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന ചില നിയമങ്ങളിലും ആശയങ്ങളിലും ചില വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അടിസ്ഥാനപരമായി സകല പ്രവാചകന്മാരും പഠിപ്പിച്ചത് ശുദ്ധേക ദൈവാരാധനയും പരലോക വിശ്വാസവുമാണ്. അതെല്ലാം എല്ലാ പ്രവാചകന്മാരും പരസ്പരം അംഗീകരിക്കുകയും പരസ്പരം വിശ്വസിക്കുകയും അതിൽ ഉറച്ചു നിൽക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് ഇസ്ലാം ഉള്ളത്. അല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതാണ് പഠിപ്പിച്ചത്. എന്റെ ക്വസ്റ്റ്യന്
Except, I mean, as you answered the question, the things are different. So, depends upon the time it has changed. So, my question is, if it is accepted, why another religion formed? സഹോദരൻ ചോദിച്ചു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പൂർണ്ണ അർത്ഥത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അദ്ദേഹം ഒരു പ്രവാചകനായും അദ്ദേഹം പഠിപ്പിച്ച പച്ചയായ അടിസ്ഥാന ആദർശങ്ങളെ എല്ലാം റസൂൽ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിൽ ഒരു തകരാറില്ല. എന്നാൽ മൂസാ നബിക്ക് കിട്ടിയ ചില നിയമപരമായ ശരീഅത്തിന്റെ വിധികളുണ്ടാവും. ആ വിധിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാം. അന്നത്തെ കാലത്തിനനുസരിച്ചുള്ള നിയമങ്ങളായിരിക്കാം ദൈവം നൽകിയിട്ടുണ്ടാവുക. എന്നാൽ മുഹമ്മദ് നബിയുടെ കാലത്ത് ചില വ്യത്യസ്ത നിയമങ്ങളും നിർദ്ദേശങ്ങളും ചിലപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ അതൊന്ന് തിരുത്തി നന്നാക്കി കൊടുത്തിട്ടുണ്ടാവാം, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ മോസസ് പഠിപ്പിച്ച അടിസ്ഥാന ആശയത്തിൽ എല്ലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യോജിക്കുന്നു. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിസ്ഥാന ആദർശത്തിൽ യോജിക്കുമ്പോൾ ആ അടിസ്ഥാന ആദർശം എന്താണ് എന്ന് കൂടെ ഖുർആൻ പറയുന്നു. ആ ആദർശമാണ് ഫറവോന്റെ അടുക്കലേക്ക് മൂസാ നബി കടന്നു ചെന്നപ്പോ ഫറവ ചോദിച്ചു, നിന്റെയും നിന്റെ കൂടെയുള്ള അഹറോന്റെയും ദൈവം ആരാണ്? അപ്പൊ മൂസാ നബി പറഞ്ഞു, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ലോകത്തെ ഏതൊരു വസ്തുവിനെയും സൃഷ്ടിച്ച് അവക്ക് കൃത്യവും വ്യക്തവും പൂർണ്ണവുമായ മാർഗദർശനം നൽകിയവനാരോ അവനാണ് എന്റെ ദൈവം, അവനാണ് എന്റെ സൃഷ്ടാവ്. ഈ ആശയത്തെ, ആദർശത്തെ മുഹമ്മദ് നബി അടക്കമുള്ള, ജീസസ് അടക്കമുള്ള സകല പ്രവാചകന്മാരും പഠിപ്പിച്ചതാണ്. അതോടൊപ്പം തന്നെ മോസസ് പഠിപ്പിക്കുന്ന ശക്തമായ താക്കീതാണ് നരകത്തെക്കുറിച്ചുള്ള താക്കീത്, സ്വർഗ നരകങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന വിശ്വാസങ്ങൾ. ഇത് സകല പ്രവാചകന്മാരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉൾക്കൊള്ളുന്നു, മുസ്ലിങ്ങളും ഉൾക്കൊള്ളുന്നു. ഇങ്ങനെയുള്ള ഏതൊരു പ്രവാചകന്മാരും പഠിപ്പിച്ച അടിസ്ഥാന ആദർശത്തിൽ ഒരു വേരിയേഷനും ഇല്ല, ഒരു വൈരുദ്ധ്യമില്ല, ഒരു പോരായ്മയില്ല, പൂർണ്ണമാണ്, സമ്പൂർണ്ണമാണ്. എന്നാൽ അതത് സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ ഉതകുന്ന വ്യത്യസ്ത വിധികളും നിയമങ്ങളും ഓരോ കാലത്തിലുണ്ടായിട്ടുണ്ടാവാം. അത് വ്യത്യസ്ത പ്രവാചകന്മാരുടെ കാലത്തിനും സമയത്തിനും അനുസരിച്ച് പടച്ചറബ് അത് പരിശീലിച്ചിട്ടുണ്ടാവാം, കുറച്ചുകൂടി നന്നാക്കി കൊടുത്തിട്ടുണ്ടാവാം, ചിലത് നീക്കിയിട്ടുണ്ടാവാം, ചില ശക്തമായ നിയമങ്ങൾ നൽകിയിട്ടുണ്ടാവാം. എന്നാണ് ഇസ്ലാമിക ഭൂമികയിൽ നിന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വീക്ഷണത്തെ, ആശയത്തെ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ടല്ല, പക്ഷെ എനിക്ക് ഒരു അറിവ് കിട്ടാൻ വേണ്ടി ചോദിക്കാണെന്ന് വിചാരിച്ചത്. ഇപ്പോ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇങ്ങനെ സംഭവങ്ങളാണല്ലോ മൂന്നുകാരായിട്ട്. അപ്പൊ ഇത് ഗോഡ് എന്ന് പറയുന്നത് ജനറേറ്റർ, ഓർഗനൈസർ, ഡിസ്ട്രോയർ. ഇത് സംഭവം നടക്കണമല്ലോ, എന്താ സൃഷ്ടി നടക്കണം, സ്ഥിതി ഒരാൾ വേണം, നശിപ്പിക്കാൻ കാരണങ്ങൾ മോശമായിട്ട് വരുമ്പോൾ കാരണം ഇല്ലാതാവാനും ഒരു തെറ്റുണ്ടല്ലോ. ഇതിപ്പോ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൃഷ്ണൻ വരുന്നു, ക്രിസ്തുദേവൻ വരുന്നു ഒക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പൊ അങ്ങനെ ഒരാൾ വരണ്ടേ. ഒരു നബി തിരുമേനി പ്രവാചകനായിട്ട് വന്നു, ഇത്രയും മഹത്വമുള്ള ഒരാളെ വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചത് തെറ്റൊന്നുമില്ല. വ്യക്തിയുടെ മഹത്വമാണ് നമ്മൾ എപ്പോഴും ഒരു വ്യക്തിയെ കൂടുതൽ ബഹുമാനം ഉണ്ടാക്കാനും ഈശ്വരന് പോലും വിളിച്ചു പോകുന്നത്. ഇത് ചോദ്യമല്ല, ഇതിന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞാണ്. അപ്പൊ സുരേന്ദ്രൻ, സഹോദരൻ സുരേന്ദ്രൻ സാറിന്റെ ചോദ്യം, ഇപ്പോ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതിനൊക്കെ ഒരാൾ വേണ്ടെന്ന ഓരോരുത്തർ വേണ്ടെന്ന? ശരി, വേണം, തീർച്ചയായും. അതേപോലെ ഇതുപോലെ ഓരോന്നിനും കാര്യങ്ങൾക്കും ഓരോരുത്തരും കടന്നു വരേണ്ടതില്ലേ എന്ന്. സൃഷ്ടിക്കും സ്ഥിതിയും സംഹാരവും നടക്കണമെങ്കിൽ വേണം ഒരു ശക്തി. ആ സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിന്റെ നായകൻ ഏകനാണ് എന്നിടത്താണ് ദാർശനിക പ്രമാണങ്ങൾ ഉള്ളത്. പക്ഷെ പലപ്പോഴും ഹൈന്ദവ വിശ്വാസപ്രകാരം സൃഷ്ടിപ്പ് നടത്തിയവൻ ബ്രഹ്മാവും, സ്ഥിതിയുടെ സംവിധായകൻ മഹാവിഷ്ണുവും, സംഹാരത്തിന്റെ നായകൻ പരമശിവനുമായി മനസ്സിലാക്കി വരുന്നു. യഥാർത്ഥത്തിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളെല്ലാം നടത്തുന്ന പരബ്രഹ്മത്തെക്കുറിച്ചും ഹിരണ്യഗർഭനെ കുറിച്ചാണ് ഋഗ്വേദം വളരെ ഗൗരവമായി പഠിപ്പിക്കുന്നത്. ആ ഏകനായ സത്താവിന് ബൈബിൾ ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളും ഉപനിഷത്തുകളിലും വേദസംഹിതകളിലും എടുത്തു പറയുന്ന പേരുകളാണ് പരബ്രഹ്മം, വിരാട് പുരുഷൻ, പ്രജാപതി, അതേപോലെ തന്നെ എന്താണ് സത്താവ് അല്ലെങ്കിൽ ദൈവം എന്നർത്ഥത്തിലുള്ള പരാമർശങ്ങളെല്ലാം നടത്തുന്നത് ഈ എല്ലാം ചെയ്യുന്ന ഏകനായ സത്താവിനെ കുറിച്ചാണ്. അതേസമയം പലപ്പോഴും ഈ ഒരു ശുദ്ധ ഏകദൈവ ചിന്തയിൽ നിന്ന് മാറി പലപ്പോഴും ഈ മൂന്ന് ത്രിമൂർത്തി സങ്കല്പത്തിലേക്കും വിശ്വാസത്തിലേക്കും പലപ്പോഴും പല മതവിശ്വാസികളും പോയിട്ടുണ്ട്.
ഇവിടെയാണ് പ്രമാണങ്ങളുടെ ആശയങ്ങൾക്ക് പ്രസക്തിയുള്ളത്, പ്രമാണങ്ങളുടെ വചനങ്ങൾക്ക് പ്രസക്തിയുള്ളത്. ശുദ്ധ ഏകദൈവാരാധന